നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ച് വിവരങ്ങളും കൂട്ടത്തിൽ തന്നെ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ PSCക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമാണ്. അപ്പോൾ തൊഴിൽ പ്രസിദ്ധീകരണങ്ങളിലൊക്കെ വരുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കാതിരിക്കുക. അതുമായിട്ട് റിലേറ്റഡ് ഫാക്ട്സും കൊടുത്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് ഉപകാരമാകും. ക്വസ്റ്റ്യൻ നമ്പർ 1, ഇന്ത്യയുടെ ആദ്യ ഗ്രഹാന്തര ദൗത്യം അഥവാ ഇന്റർ പ്ലാനറ്ററി മിഷൻ ഏതായിരുന്നു? ഗ്രഹാന്തര ദൗത്യം, ഇന്ത്യയുടെ ആദ്യത്തെ ഗ്രഹാന്തര ദൗത്യം അഥവാ ഇന്റർ പ്ലാനറ്ററി മിഷൻ ആയിരുന്നു. ഓപ്ഷൻ എ മംഗൾയാൻ ആണ് കേട്ടോ. മംഗൾയാൻ നമുക്കറിയാം, മംഗൾയാൻ എവിടേക്കുള്ളതായിരുന്നു? പ്രഥമ ചൊവ്വ ദൗത്യമായിരുന്നു. ഇന്ത്യയുടെ പ്രഥമ ചൊവ്വ ദൗത്യം അല്ലെ. അപ്പൊ മംഗൾയാൻ പദ്ധതിയുടെ ഔദ്യോഗിക നാമം ചോദിക്കാം. മാഴ്സ് ഓർബിറ്റർ മിഷൻ അഥവാ മോം എന്നായിരുന്നു. എന്താണ്? ഇന്ത്യയുടെ ആദ്യത്തെ ഗ്രഹാന്തര ദൗത്യമാണ് അല്ലെങ്കിൽ ഇന്റർ പ്ലാനറ്ററി മിഷനാണ് മംഗൾയാൻ. ഇനി ഈ പദ്ധതിയുടെ പേരെന്തായിരുന്നു? മാഴ്സ് ഓർബിറ്റർ മിഷൻ അഥവാ മോം എന്നായിരുന്നു. ഇന്ത്യയുടെ പ്രഥമ ചൊവ്വ ദൗത്യമായ മംഗൾയാന്റെ പ്രത്യേകതകൾ: ആദ്യ ശ്രമത്തിൽ തന്നെ വിജയിക്കുന്ന ആദ്യ ചൊവ്വ ദൗത്യമായിരുന്നു നമ്മുടെ മംഗൾയാൻ എന്ന് പറയുന്നത്. വിജയകരമായി പൂർത്തിയായ ആദ്യ ഏഷ്യൻ ചൊവ്വ ദൗത്യം, ആദ്യ ഏഷ്യൻ ചൊവ്വ ദൗത്യമാണ്. USA, റഷ്യ, യൂറോപ്യൻ യൂണിയൻ എന്നിവയ്ക്ക് ശേഷം വിജയകരമായി പൂർത്തിയായ 4ാമത്തെ ചൊവ്വ ദൗത്യം. സ്റ്റേറ്റ്മെന്റ് വരാം. എന്താണ്? ഇന്ത്യയുടെ ആദ്യത്തെ ഗ്രഹാന്തര ദൗത്യമാണ് മംഗൾയാൻ. ഇതിന്റെ പേരെന്താണ്? മാഴ്സ് ഓർബിറ്റർ മിഷൻ അഥവാ മോം എന്നാണ്. ഇന്ത്യയുടെ പ്രഥമ ചൊവ്വ ദൗത്യം, ഇന്ത്യയുടെ ആദ്യത്തെ ചൊവ്വ ദൗത്യമായിരുന്നു മംഗൾയാൻ. ആദ്യ ശ്രമത്തിൽ തന്നെ വിജയിച്ച ഒന്നാണ് ചൊവ്വയിലേക്കുള്ള ആദ്യത്തെ യാത്ര തന്നെ വിജയിച്ചു. അതുപോലെ ആദ്യമായിട്ട് വിജയകരമായി പൂർത്തിയാക്കിയ ഏഷ്യൻ ചൊവ്വ ദൗത്യം നമ്മുടെ മംഗൾയാനാണ്. എന്നാൽ ചൊവ്വയിലേക്ക് പോകുന്ന വിജയകരമായി പോകുന്ന 4ാമത്തെ ചൊവ്വ ദൗത്യം, അപ്പൊ അതിനു മുൻപ് ആരൊക്കെ പോയി? USA, റഷ്യ, യൂറോപ്യൻ യൂണിയൻ. 4th വൺ ആരാണ്? ഇന്ത്യയാണ്. ലോകത്തിലെ ഏറ്റവും ചെലവ് കുറഞ്ഞ ചൊവ്വ ദൗത്യമാണ് നമ്മുടെ മംഗൾയാൻ. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ പൂർത്തിയാക്കിയ ചൊവ്വ ദൗത്യമാണ് മംഗൾയാൻ എന്ന് പറയുന്നത്. ഇനി മംഗൾയാൻ വിക്ഷേപിച്ചത് സ്ഥിരം ചോദിക്കാറുണ്ട്. 2013 നവംബർ 5 സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ട ആന്ധ്രാപ്രദേശിൽ വെച്ചിട്ടാണ് മംഗൾയാൻ വിക്ഷേപിച്ചത്. 2013 നവംബർ 5 2013 നവംബർ 5 സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് വിക്ഷേപിച്ചത്. വിക്ഷേപണ വാഹനം ഏതായിരുന്നു? PSLV C-25 ആയിരുന്നു. ഇതിന്റെ ഭാരം എന്ന് പറയുന്നത് 1337 കിലോഗ്രാം ആയിരുന്നു. വിക്ഷേപണ വാഹനം PSLV C-25 ആയിരുന്നു. ഇനി ഭ്രമണപഥത്തിലെത്തിയ ദിവസം ചോദിക്കാറുണ്ട്. 2014 സെപ്റ്റംബർ 24. അപ്പോൾ ഒരു വർഷം തീർത്തെടുത്തില്ല, ഒരു വർഷത്തോളം വേണ്ടി വന്നു ഭ്രമണപഥത്തിലെത്താനായിട്ട്. 2014 സെപ്റ്റംബർ 24 മംഗൾയാൻ ഭ്രമണപഥത്തിലെത്തി. ചൊവ്വയിലെ ജലസാന്നിധ്യം, അന്തരീക്ഷത്തിന്റെ ഘടന, അണുവികിരണ സാന്നിധ്യം എന്നിവയെക്കുറിച്ചുള്ള പഠനമായിരുന്നു മംഗൾയാന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ മംഗൾയാനിലെ പ്രധാനപ്പെട്ട ഉപകരണങ്ങൾ ഏതൊക്കെയാണ്? ലൈമാൻ ആൽഫ ഫോട്ടോമീറ്റർ ലാപ്പ്, മീഥെയ്ൻ സെൻസർ ഫോർ മാർസ് MSM, മാർസ് എക്സോസ്പെറിക് ന്യൂട്രൽ കമ്പോസിഷൻ അനലൈസർ മെൻക അഥവാ തെർമൽ ഇൻഫ്രാറെഡ് ഇമേജിംഗ് സ്പെക്ട്രോമീറ്റർ TIS, മാർസ് കളർ ക്യാമറ MCC. അത്രയും ഓർത്തിരുന്നില്ലെങ്കിൽ പോലും ഇപ്പൊ പറഞ്ഞ പോയിന്റ്സ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതുകൊണ്ട് ചൊവ്വയുടെ അന്തരീക്ഷത്തിലെ ഹൈഡ്രജന്റെയും ഡ്യൂട്ടീരിയത്തിന്റെയും അളവ് കണക്കാക്കുന്ന ഉപകരണമാണ് ലൈമാൻ ആൽഫ ഫോട്ടോമീറ്റർ. ചൊവ്വയുടെ അന്തരീക്ഷത്തിലെ ഹൈഡ്രജന്റെയും ഡ്യൂട്ടീരിയത്തിന്റെയും അളവ് കണക്കാക്കുന്ന ഉപകരണമാണ് ലൈമാൻ ആൽഫ ഫോട്ടോമീറ്റർ. അതുപോലെ ചോദിക്കാം, മംഗൾയാനിൽ ഉപയോഗിച്ചിരുന്ന ഒരു സാങ്കേതിക വിദ്യ ഏതായിരുന്നു? ഹോമാൻ ട്രാൻസ്ഫർ ഓർബിറ്റ് ആണ്. എന്താണ്? ഹോമാൻ ട്രാൻസ്ഫർ ഓർബിറ്റ് ആണ്. ജർമ്മൻ ശാസ്ത്രജ്ഞനായ വോൾട്ടർ ഹോമാൻ ദ അറ്റൈനബിലിറ്റി ഓഫ് സെലസ്റ്റിയൽ ബോഡീസ് എന്ന കൃതിയിലാണ് ഈ സാങ്കേതിക വിദ്യയെ പറ്റിയിട്ട് പറയുന്നത്. അപ്പം മംഗൾയാനിൽ ഉപയോഗിച്ചിരിക്കുന്ന സാങ്കേതിക വിദ്യ ഹോമാൻ ട്രാൻസ്ഫർ ഓർബിറ്റ്. അദ്ദേഹം ഏത് ടെക്സ്റ്റിൽ? ജർമ്മൻ ശാസ്ത്രജ്ഞനായ വോൾട്ടർ ഹോമാൻ ദ അറ്റൈനബിലിറ്റി ഓഫ് സെലസ്റ്റിയൽ ബോഡീസ് എന്ന കൃതിയിലാണ് ഈ ഒരു സാങ്കേതിക വിദ്യയെ പറ്റിയിട്ട് പറഞ്ഞത്. അപ്പോൾ വേണ്ട പോയിന്റ്സ് മാത്രമാണ് നമ്മൾ പറയുന്നത്. ഇനി നോക്കുക, തുടർച്ചയായി യന്ത്രം പ്രവർത്തിക്കാതെ താരതമ്യേന കുറച്ച് ഊർജ്ജം ഉപയോഗിച്ച് പേടകം ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ കഴിയുമെന്നതാണ് ഈ ഒരു സാങ്കേതിക വിദ്യ. എന്താണ്? തുടർച്ചയായി യന്ത്രം പ്രവർത്തിക്കാതെ താരതമ്യേന കുറച്ച് ഊർജ്ജം ഉപയോഗിച്ചിട്ട് ഇത് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുക എന്നാണ് ഈ സാങ്കേതിക വിദ്യയുടെ പ്രത്യേകത. ഇനി ഈ സമയത്ത് ISRO ചെയർമാൻ ആരായിരുന്നു? 2013 ISRO ചെയർമാൻ K രാധാകൃഷ്ണൻ ആയിരുന്നു. മംഗൾയാൻ ദൗത്യത്തിന്റെ പ്രോഗ്രാം ഡയറക്ടർ M അണ്ണാദുരൈ ചോദിക്കാറുണ്ട്. M അണ്ണാദുരൈ ആയിരുന്നു.
മംഗൾയാൻ ദൗത്യത്തിന്റെ പ്രോജക്ട് ഡയറക്ടർ ആയിരുന്നു എസ് അരുണൻ. അപ്പൊ ഈ സമയത്തെ ISRO ചെയർമാൻ ആരായിരുന്നു? കെ രാധാകൃഷ്ണനാണ്. അതുപോലെ മംഗൾയാൻ ദൗത്യത്തിന്റെ പ്രോഗ്രാം ഡയറക്ടർ എം അണ്ണാദുരൈ ആയിരുന്നു. അതുപോലെ മംഗൾയാൻ ദൗത്യത്തിന്റെ പ്രോജക്ട് ഡയറക്ടർ എസ് അരുണൻ ആയിരുന്നു. ഇനി വിക്ഷേപണ വാഹനമായ PSLV-C-25ന്റെ മിഷൻ ഡയറക്ടർ ആരായിരുന്നു? പി കുഞ്ഞികൃഷ്ണനായിരുന്നു. ഈ വഹിച്ചു കൊണ്ടുപോകുന്ന വാഹനമുണ്ടല്ലോ, അതാണ് PSLV-C-25. അതിന്റെ ഡയറക്ടറായിരുന്നു പി കുഞ്ഞികൃഷ്ണൻ. അതുപോലെ മംഗൾയാൻ ദൗത്യം പ്രമേയമാക്കി 2019 പുറത്തിറങ്ങിയ ഹിന്ദി സിനിമയാണ് മിഷൻ മംഗൾ. സംവിധാനം ജഗൻ ശക്തി ആയിരുന്നു. അതുപോലെ മംഗൾയാന്റെ ചിത്രം ആലേഖനം ചെയ്തിരിക്കുന്ന ഇന്ത്യൻ കറൻസി ചോദിക്കാം. 2000 മംഗൾയാന്റെ ചിത്രം ആലേഖനം ചെയ്തിരിക്കുന്ന ഇന്ത്യൻ കറൻസി. അപ്പം ഇന്ത്യയുടെ ആദ്യ ഗ്രഹാന്തര ദൗത്യം ഇന്റർപ്ലാനറ്ററി മിഷൻ ആണ്. അതുപോലെ മോം എന്നറിയപ്പെടുന്നു, മാർസ് ഓർബിറ്റ് മിഷൻ എന്നറിയപ്പെടുന്നു. അതുപോലെ ഇന്ത്യയുടെ പ്രഥമ ചൊവ്വാ ദൗത്യമാണ്, ആദ്യത്തിൽ തന്നെ വിജയിച്ചു. ഇന്ത്യയാണ് നാലാമത് വിജയകരമായി ചൊവ്വാ ദൗത്യം പൂർത്തിയാക്കുന്നത്. അതുപോലെ വിക്ഷേപിച്ച ഡേറ്റ് കറക്റ്റായിട്ട് ഓർക്കുക, നവംബർ 5, 2013. ഇത് നമ്മുടെ മംഗൾയാൻ ഭ്രമണപഥത്തിലെത്തിയ ഡേറ്റ് PSC ചോദിക്കും. 2014 സെപ്റ്റംബർ 24. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്തു വെച്ചേക്കുക. അതുപോലെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടൊരു ക്വസ്റ്റ്യൻ ആണ് ഈ മംഗൾയാന്റെ ചിത്രം ആലേഖനം ചെയ്തിരിക്കുന്ന കറൻസി 2000 കേട്ടോ. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചതെന്ന്. അപ്പൊ ചന്ദ്രയാൻ മംഗൾയാൻ ആണ് ഇപ്പൊ സ്ഥിരമായിട്ട് നമുക്ക് ചോദിക്കുന്നത്. അപ്പൊ ചന്ദ്രയാൻ വിക്ഷേപിച്ചത് എന്നാണ് അടുത്ത ചോദ്യം. വിക്ഷേപിച്ചത് 2008 ഒക്ടോബർ 22 അപ്പൊ ഇന്ത്യയുടെ ആദ്യത്തെ ചന്ദ്രപര്യവേഷണ ദൗത്യമായിരുന്നു ചന്ദ്രയാൻ ഫസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെ? ചന്ദ്രയാൻ എന്ന സംസ്കൃത പദത്തിന്റെ അർത്ഥം എന്താണ്? ചന്ദ്രന്റെ വാഹനം അഥവാ ചന്ദ്രവാഹനം എന്നായിരുന്നു. അപ്പൊ 2008 ഒക്ടോബർ 22 ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത്. മംഗൾയാൻ പ്രഥമ ചൊവ്വാ ദൗത്യമാണെങ്കിൽ ചന്ദ്രയാൻ എന്താണ്? പ്രഥമ ചന്ദ്രപര്യവേഷണ ദൗത്യമായിരുന്നു. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചതും ശ്രീഹരിക്കോട്ടയിൽ നിന്ന് തന്നെയാണ്, സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ്. വിക്ഷേപ വാഹനം നോക്കുക, വിക്ഷേപണ വാഹനം PSLV-C-11 ആണ് കേട്ടോ. C-25 ഏതാണ്? മംഗൾയാൻ. C-11 ഏതാണ്? ചന്ദ്രയാൻ 1. വിക്ഷേപണത്തിന്റെ ആ ഒരു സമയത്ത് ഇതിന്റെ ഭാരം 1380 കിലോഗ്രാം ആയിരുന്നു. ഇനി ഭ്രമണപഥത്തിലെത്തിയത് എന്നാണ്? 2008 ഒക്ടോബർ 22 എന്ത് ചെയ്തു? ഇത് വിക്ഷേപിച്ചു. 2008 നവംബർ 8 ഇത് എവിടെ കയറി? ഇത് ഭ്രമണപഥത്തിൽ കയറി, ഡിസ്റ്റൻസ് കുറവായതുകൊണ്ട്. അടുത്ത ഇന്ത്യയുടെ ത്രിവർണ്ണ പതാകയുമായി ചന്ദ്രോപരിതലത്തിൽ ഇടച്ചിറങ്ങിയ ചന്ദ്രയാന്റെ ഭാഗം ഏതായിരുന്നു? മൂൺ ഇമ്പാക്ട് പ്രോബ്. എന്താണ്? മൂൺ ഇമ്പാക്ട് പ്രോബ് എന്ന ഭാഗമാണ് ഇടിച്ചിറങ്ങിയത്. മൂൺ ഇമ്പാക്ട് പ്രോബ് ചന്ദ്രോപരിതലത്തിൽ ഇടച്ചിറങ്ങിയ സ്ഥലം ചോദിക്കാറുണ്ട്. ഷാക്കിൾട്ടൺ ഗർത്തം. അത് 2008 നവംബർ 14 കേട്ടോ. നവംബർ 14. അപ്പൊ ഭ്രമണപഥത്തിൽ 2008 നവംബർ 8 കയറി, ഇടിച്ചിറങ്ങിയത് 2008 നവംബർ 14. അതുപോലെ ഏതൊക്കെ രാജ്യങ്ങളാണ് ഇതിനു മുൻപ് പേടകം ഇടിച്ചിറക്കിയിരിക്കുന്നത്? റഷ്യ, USA, ജപ്പാൻ. റഷ്യ, USA, ജപ്പാൻ. 4ാമതാണ് ഇന്ത്യ എന്ന് പറയുന്നത്. കൃത്യമായിട്ട് ഓർത്തു വെച്ചേക്കുക. ഡേറ്റ്സും ഈ രാജ്യങ്ങളുടെ പേര് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തു വെക്കുക. അതുപോലെ 35 കിലോഗ്രാം ഭാരമുള്ള മൂൺ ഇമ്പാക്ട് പ്രോബ് നിർമ്മിച്ചത് എവിടെയാണ്? തിരുവനന്തപുരത്ത് വിക്രം സാരാഭായിലാണ്, VSSRലാണ് നിർമ്മിച്ചത്. ചന്ദ്രയാൻ 1ന്റെ പ്രവർത്തനം നിലയ്ക്കുന്നത് 2009 ഓഗസ്റ്റ് 28 ചന്ദ്രയാൻ 1ന്റെ വിക്ഷേപണ സമയത്തെ ISRO ചെയർമാനെ ചോദിക്കാറുണ്ട്. ഡോക്ടർ G മാധവൻ നായർ ആയിരുന്നു 2008 സമയത്ത്. അതുപോലെ ചന്ദ്രയാൻ 1ന്റെ പ്രോജക്ട് ഡയറക്ടർ എം അണ്ണാദുരൈ തന്നെയായിരുന്നു. വിക്ഷേപണ വാഹനമായ C-11ന്റെ ഡയറക്ടർ ജോർജ് കോശിയാണ്. ചന്ദ്രയാൻ 1ന്റെ വിക്ഷേപണ സമയത്ത് വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ ഡയറക്ടർ ഡോക്ടർ കെ രാധാകൃഷ്ണൻ. ഓക്കെ ആണല്ലോ? ഡോക്ടർ കെ രാധാകൃഷ്ണൻ ആയിരുന്നു എവിടുത്തെ? വിക്രം സാരാഭായ് സ്പേസ് സെന്റർ തിരുവനന്തപുരത്തെ ഡയറക്ടർ ഡോക്ടർ കെ രാധാകൃഷ്ണൻ. ISROയുടെ ഡയറക്ടർ ആ സമയത്ത് ആരായിരുന്നു? ചെയർമാൻ ഡോക്ടർ G മാധവൻ നായർ ആയിരുന്നു. അപ്പൊ കൃത്യമായിട്ട് ഓർത്തു വെച്ചേക്കാം. ഇനി നമ്മളോട് ചോദിക്കുന്ന അടുത്തൊരു ചോദ്യമാണ് ചന്ദ്രയാൻ 2. ആ സമയത്ത് ആരായിരുന്നു? എല്ലാവർക്കും അറിയാം, ഡോക്ടർ K ശിവനാണ്. വിക്ഷേപിച്ചത് വിജയകരമാവാതെ കരഞ്ഞതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലെ? ഇന്ത്യയുടെ 2ാമത്തെ ചന്ദ്രപര്യവേഷണ ദൗത്യമായിരുന്നു ചന്ദ്രയാൻ 2. ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് 2019 ജൂലൈ 22 സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് തന്നെയായിരുന്നു. വിക്ഷേപണ വാഹനം GSLV Mk3M1, ഭാരം 3850 കിലോഗ്രാം ആണ്. ഇതിന്റെ ലാഡർ പ്രസിദ്ധമായിരുന്നു. എന്തായിരുന്നു ലാഡർ? വിക്രം ആയിരുന്നു ഇതിന്റെ ലാഡർ, അല്ലെ? ലാഡറിന്റെ പേര് വിക്രം എന്നായിരുന്നു. അതുപോലെ ഇന്ത്യൻ ബഹിരാകാശ കാണാൻ പറ്റുന്നുണ്ടോ? ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ
പിതാവായി കണക്കാക്കപ്പെടുന്ന വിക്രം സാരാഭായിയുടെ ബഹുമാനാർത്ഥം ലാൻഡറിനാണ് ഈ പേര്. അപ്പൊ വിക്രം സാരാഭായിയോടുള്ള ബഹുമാനാർത്ഥം ആരാണ് വിക്രം സാരാഭായ്? ബഹിരാകാശ പദ്ധതിയുടെ പിതാവാണെന്ന് നമുക്കറിയാം. അങ്ങനെയാണ് ഈ വിക്രം എന്ന ലാൻഡറിന്റെ പേര് കൊടുത്തത്. ഇതിന്റെ റോവറിന്റെ പേരെന്തായിരുന്നു? പ്രഗ്യാൻ എന്നായിരുന്നു. ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങാൻ ഉദ്ദേശിച്ചിരുന്ന ദിവസം 2019 സെപ്റ്റംബർ 7-നാണ്. വിക്ഷേപിച്ചതെന്നാണ് നമ്മൾ പറഞ്ഞു 2019 ജൂലൈ 22-ന്. ഇത് ഭ്രമണപഥത്തിൽ അല്ലെങ്കിൽ ചന്ദ്രത്തിന്റെ ഉപരിതലത്തിൽ എത്താനായിട്ട് സെപ്റ്റംബർ 7 തീരുമാനിച്ചു. 2019 സെപ്റ്റംബർ 7-ന് സോഫ്റ്റ് ലാൻഡിങ്ങിന്റെ അവസാന ഘട്ടത്തിൽ ചന്ദ്രോപരിതലത്തിന് 2.1 കിലോമീറ്റർ ഉയരത്തിൽ വെച്ച് വിക്രം ലാൻഡറുമായുള്ള ബന്ധം ചന്ദ്രയാൻ 2-ന്റെ പ്രധാന ഭാഗമായ ഓർബിറ്റിന് നഷ്ടപ്പെട്ടു. അങ്ങനെ ചന്ദ്രയാൻ 2-ന്റെ പ്രവർത്തനം ഒരുമിച്ച് പ്രവർത്തിക്കാനായി ISROയുമായി കരാറിൽ ഏർപ്പെടുകയും പിന്നീട് പിന്മാറുകയും ചെയ്ത റഷ്യൻ സ്പേസ് ഏജൻസി ആയിരുന്നു റഷ്യൻ ഫെഡറൽ സ്പേസ് ഏജൻസി. അപ്പൊ നമ്മളുമായിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കാനിരുന്ന ഒരു ഏജൻസി ചോദിക്കാം, അത് റഷ്യൻ സ്പേസ് ഏജൻസിയാണ്, റഷ്യൻ ഫെഡറൽ സ്പേസ് ഏജൻസി. ഓർത്ത് വയ്ക്കുക. അതുപോലെ ചന്ദ്രയാൻ 2-ന്റെ മിഷൻ ഡയറക്ടർ ആരായിരുന്നു? ഋതു കരിതാൽ ശ്രീവാസ്തവ. 2-ന്റെ പ്രോജക്ട് ഡയറക്ടർ ആയിരുന്നു മുത്തയ്യ വനിത എന്ന് പറയുന്നത്. അപ്പം ഈ ഇത്രയും ക്വസ്റ്റ്യൻസ് ഈ ചന്ദ്രയാൻ 2, 1, മംഗൾയാൻ സ്ഥിരം ചോദ്യമാണ് കേട്ടോ. അതുപോലെ ചന്ദ്രയാൻ 3യുടെ ദൗത്യമായിട്ടുള്ള അതായത് ചന്ദ്രയാൻ 3 ഇപ്പം ദൗത്യത്തിൽ ISROയുമായി സഹകരിക്കുന്ന രാജ്യമാണ് ഓപ്ഷൻ ഡി ജപ്പാനാണ്. അത് ഓർത്ത് വെച്ചേക്കുക. ചന്ദ്രയാൻ 3 എന്ന ദൗത്യവുമായി ISROയുമായിട്ട് ഇപ്പം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സഹകരിക്കുന്ന രാജ്യമാണ് ഏത്? ഓപ്ഷൻ ഡി ജപ്പാനാണ്. അതുപോലെ നമുക്ക് സ്ഥിരമായിട്ട് ഇപ്പൊ കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഗഗയാൻ അല്ലെ. ഗഗയാൻ എന്താണ്? ബഹിരാകാശത്ത് മനുഷ്യനെ എത്തിക്കുന്നതിനുള്ള ISROയുടെ ദൗത്യമാണ് ഗഗയാൻ. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്ന ദൗത്യം ഗഗയാൻ. ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്റർ സ്ഥാപിതമായത് 2019 ജനുവരി 30-നാണ്. ആസ്ഥാനം ബാംഗ്ലൂരാണ്. ഇതിന്റെ സ്ഥാപക ഡയറക്ടർ ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായരായിരുന്നു കേട്ടോ. ഉണ്ണികൃഷ്ണൻ നായരായിരുന്നു. ഇപ്പൊ നിലവില് ഇതിന്റെ ഡയറക്ടർ ഉമാമഹേശ്വരനാണ്. ഗഗയാന്റെ വിക്ഷേപണ വാഹനം GSLV Mk3 ആണ്. അത് പഠിച്ചു വയ്ക്കുക, ചോദിക്കും. ഗഗയാൻ പദ്ധതിയുടെ പ്രോജക്ട് ഡയറക്ടർ ആർ ഹട്ടനും ഗഗയാൻ അതുപോലെ ദൗത്യത്തിന്റെ ഭാഗമാകുന്ന അർത്ഥ ഹ്യൂമനോയിഡ് റോബോട്ട് സ്ഥിരം നമ്മൾ കാണാറുള്ളതാണ് അല്ലേ. പകുതി ഹ്യൂമനോയിഡ് ആയിട്ടുള്ള ഒരു റോബോട്ട് ഉണ്ട് ഗഗയാനകത്ത്, വ്യോമമിത്ര എന്ന. അപ്പൊ ഗഗയാൻ പദ്ധതിക്കായി ബഹിരാകാശ യാത്രക്കാരെ തിരഞ്ഞെടുക്കുന്നതിനും പരിശീലിപ്പിക്കുന്നതിനുമായിട്ട് ISROയുമായി കരാറിൽ ഏർപ്പെട്ടിരിക്കുന്ന കമ്പനി ചോദിക്കാം. ഗ്ലാസ്കോമോസ് ആണ്. അത് റഷ്യൻ സ്പേസ് ഏജൻസിയായ റോസ്കോസ്മോസിന്റെ അനുബന്ധ സ്ഥാപനമാണ്. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു റഷ്യൻ ഫെഡറൽ സ്പേസ് ഏജൻസി ആയിരുന്ന റോസ്കോസ്മോസ് ചന്ദ്രയാൻ 2-ന്റെ പ്രവർത്തനവുമായി ഒരുമിച്ച് പ്രവർത്തിക്കാം എന്ന് പറഞ്ഞിട്ട് പിന്നീട് പിന്മാറിയൊക്കെ ആളാണ്. അപ്പൊ അവരുമായിട്ടുള്ള അനുബന്ധ കമ്പനിയാണ് ഇപ്പം ഈ ബഹിരാകാശത്തേക്ക് പോകുന്ന യാത്രക്കാരെ തിരഞ്ഞെടുക്കുന്നതിനും പരിശീലിപ്പിക്കുന്നതിനുമായിട്ട് ISROയുമായി കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഒരു മലയാളി കുട്ടിയുടെ കാര്യം ആതിര എന്നാണെന്ന് തോന്നുന്നു, നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് PSC ചോദിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ് മാത്രം, അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് മാത്രമേ നമ്മൾ പറഞ്ഞുള്ളൂ. സ്പീഡിൽ പറഞ്ഞു പോയത് എല്ലാവർക്കും ഇത് അറിയാവുന്നത് കൊണ്ട് ഒരു റിവിഷൻ ആവട്ടെ എന്ന് വെച്ചിട്ടാണ്. അപ്പം നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.